ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഇവിടെ ഈ പറഞ്ഞു വന്ന വിഷയം കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പോളിസി കൊണ്ടുവന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വലിയ നേട്ടം വരുന്നു, പുതിയ വ്യവസായ യൂണിറ്റുകൾ വരുന്നു. ഈ അത്തരത്തിലുള്ള ഈ മൊബൈൽ യൂണിറ്റുകൾ തന്നെ 99% ഭാരതത്തിൽ തന്നെ അത് നിർമ്മിക്കുന്നു എന്നൊക്കെ പറയുന്നു. കേരളത്തിൽ എത്ര യൂണിറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് എൻ്റെ കയ്യിൽ ലഭ്യമല്ല. അങ്ങേക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഈ നേട്ടമൊന്നും കാണുന്നില്ല? കേരളം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോകുന്നു എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമല്ലേ? അതായത് ഞാൻ നമ്മുടെ BJP പ്രതിനിധിയോട് എനിക്ക് എതിർപ്പുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനോട്. സോറി, കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ് അല്ല, ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഇഷ്യൂസാണ്. നമ്മൾ വോട്ട് ചെയ്ത ആൾ, നമ്മൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ, ഇൻ എ ഡെമോക്രസി നമ്മൾ ചൂസ് ചെയ്ത ആളുകൾ തന്നെയാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ അവരുടെ ഭരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഭരിക്കുന്നത് തന്നെ ആയിട്ട് കാണണം. അപ്പോൾ അതിന് ഇൻഡസ്ട്രി മിനിസ്റ്ററെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു ഒരു കൺസോളിഡേറ്റഡ് വില്ലുണ്ടെങ്കിൽ പല കാര്യങ്ങളിലേക്കും നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഒരു മലയാളിയുടെ വില്ലിൻ്റെ കുഴപ്പമാണ് എന്ന് ഞാൻ തോന്നുന്നു. അവൻ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ കുഴപ്പമാണ്. കാരണം നമ്മളൊരു മണി ഓർഡർ എക്കോണമിയിൽ നിന്ന് ഒരു NEFT എക്കോണമിയിലേക്ക് മാത്രമേ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളൂ. പണ്ട് മണി ഓർഡറായിട്ട് അയച്ചുകൊണ്ടിരുന്ന പണം ഇപ്പോൾ NEFT ആയിട്ടോ RTGS ആയിട്ടോ ഒക്കെ വരുന്നു, അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആയിട്ട് വരുന്നു. ഈ വ്യത്യാസമല്ലാതെ മലയാളി മൈൻഡ് സെറ്റിലേക്ക് വരുന്ന ആ ഒരു കാര്യം ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, കേരളത്തിലെ ബുദ്ധിയുടെ കുറവോ അല്ലെങ്കിൽ ഡിസൈൻ ഇന്നൊവേഷൻ്റെ കുറവോ ഒന്നുമല്ല. ഇന്ന് ഡിസൈൻ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടുന്ന ഏറ്റവും കൂടുതൽ വ്യക്തികൾ മലയാളികളാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ കേരളത്തിൻ്റെ ആ ഒരു മണ്ണിൻ്റെ ഒരു ഇതാണെന്ന് അറിയില്ല, നമ്മൾ വളരെ ലേസി ആവുന്നു. ടേക്ക് എ മലയാളി ഔട്ട് ഓഫ് കേരള ആൻഡ് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇഷ്യൂ നമുക്ക് എപ്പോഴും പറയാം, ബാങ്കുകാർ പണം തരുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. ഗവൺമെൻറ് ക്യാൻ ഓൺലി ഫെസിലിറ്റേറ്റ്. ആ ഫെസിലിറ്റേഷനിൽ വീഴ്ച വന്നിട്ടുണ്ടോ? ഡെഫിനറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം മേക്കർ വില്ലേജ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് നടക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ്, മേക്കർ വില്ലേജ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ഈ യങ്സ്റ്റേഴ്സ്, ഈ 20s യങ്സ്റ്റേഴ്സ് അവരുടെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത്. അത് MEITI, അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ ഇനീഷ്യേറ്റീവിൽ അവിടെ ഒരു വലിയ കെട്ടിടം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പല ഭാഗങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരോ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡ് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവിടെ ആളുകൾ പോകണം. അവിടെ ചെന്ന് കാണുമ്പോൾ പല സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും പണം വാങ്ങി കെട്ടിയ ഒരു 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 ഇൻക്യുബേഷൻ സെൻറ്ററാണ്. വളരെ ചുരുങ്ങിയ വാടകയിൽ ഇന്ന് ഇന്നോവേറ്റേഴ്സിന് അവിടെ സംരംഭങ്ങൾ തുടങ്ങാനൊക്കുന്ന സ്ഥലമാണ് മേക്കർ വില്ലേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ അപ്പോൾ ഇതിനകത്തുള്ള കുഴപ്പമാരാ? അത് കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് ക്വാളിറ്റി ചെക്ക് ചെയ്യാതെയോ മറ്റോ ഒക്കെ ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ? അപ്പോൾ ഇത് ആദ്യം വേണ്ടത്, ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഷിഫ്റ്റ് വേണമെങ്കിലോ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ മാറ്റം വരണമെങ്കിലോ നമ്മളിലുണ്ടാകുന്ന കോൺഫിഡൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇനീഷ്യേറ്റീവ്, ഇത് മലയാളി മാറ്റിയില്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലി. ഇവിടെ നമ്മൾ ലേസിയാണ്, ലേഡ് ബാക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു എക്കണോമിക് പ്രോഗ്രസ് ഇല്ലാത്തത്. ഇന്ന് ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്നതും ഇതിനകത്ത് പല കാര്യങ്ങളിലും മലയാളിയുടെ ഇൻവോൾവ്മെൻറ്റ് ഔട്ട്സൈഡ് കേരള വളരെ ശക്തമായിട്ടുണ്ടായിട്ടും അത് നമുക്ക് ഇവിടെ ഒരു ടാലൻറ്റ് ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. ഇന്ന് മേക്ക് ഇൻ ഇന്ത്യയുടെ പദ്ധതി പലയിടത്തും നടക്കുമ്പോഴും 30 ലക്ഷം ഈ പറയുന്ന അന്യദേശ തൊഴിലാളികൾ ഇവിടെ വരുന്നു. ഇവിടുത്തെ ലേബറിനെ ഇവിടെ തൊഴിലില്ലായ്മ പറയുമ്പോഴും വേറെ ആളുകൾ വേറെ ദേശത്തുനിന്ന് ഇവിടെ വന്ന് തൊഴിലെടുക്കുക.